ഇതെന്നാടി വീട്ടിന്റെ കോലല്ല ഇങ്ങനെ എല്ലാം അലങ്കോലായി കിടക്കുന്നു. ടീച്ചറാ ഇത് നോക്കിയാ, ഓ സാധനങ്ങളല്ലേ കള്ളന്മാർ കയറിയ പോലെ ആയിട്ടുണ്ട് മക്കളെ. ഇതൊക്കെ നോക്കിയാട്ടെ, എൻ്റെ ദൈവമേ. ആ ഒരു കള്ളൻ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് വീട് ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നത്? അപ്പം നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ അണ്ടലൂർ ഉത്സവത്തിൻ്റെ ആദ്യ ഘട്ടം നമ്മൾ ഇട്ടത് ചട്ടി മേടിക്കാൻ പോയത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിത് വീട്ടിൽ വൈറ്റ് വാഷ് ചെയ്യാനാണ്. അപ്പം നമ്മുടെ വീട് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻ്റൊക്കെ അടിച്ച് അപ്പോൾ സാധനങ്ങളൊക്കെ എല്ലാം അപ്പുറം ഇപ്പുറം ഒക്കെ വലിച്ചിട്ടിട്ടുള്ളത്. അതാണ് നിങ്ങൾ ഈ മൊത്തം ബേസിക്കലി ആദ്യം വൈറ്റ് വാഷ് പഠിച്ചിട്ടാന്ന് തോന്നുന്നു ചട്ടി മേടിക്കുക, അങ്ങനെ എന്തൊരു കണക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാം തിരിഞ്ഞുപോയി, കുറച്ചൊക്കെ അടിച്ചു. അപ്പോൾ അകത്തുള്ള സാധനം ഇങ്ങനെ വലിച്ച് ശാളയിൽ വെച്ചു. ഇനി ശാളയിലെടുത്ത് അകത്ത് വെച്ചു. നമ്മുടെ അവാർഡ്സൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടി ഇവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പം. പിന്നെ ഇനിയും റൂമൊക്കെയാണ് അടിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും മോശമായിട്ട് കിടക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ 2 റൂമേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ 2 റൂമിൽ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം അങ്ങനെ വാരിയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം എടുത്ത് വെക്കണം. ഇനി എല്ലാം വെയിറ്റ് വാഷ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എന്തായാലും ഒരു ദിവസം കംപ്ലീറ്റ് പോകും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് മിലിയോ നല്ല സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മിലിയോന വാക്സിൻ വെക്കാൻ പോവുകയാണ്. എത്രാമത്തെ 1.5 വയസ്സിൻ്റെ അല്ലേ പേര്? 1.5 വയസ്സിൻ്റെ വാക്സിൻ വെക്കാൻ പോവാണ്. നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ ഹെൽത്ത് സെൻ്ററിലാണ് കേട്ടോ. എല്ലാ ബുധനാഴ്ചയും എല്ലാ ഹെൽത്ത് സെൻ്ററുകളിലും വാക്സിൻ കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ എല്ലാ ബുധനാഴ്ച ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇതാണ് മോർണിംഗിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുള്ളറ്റ് കോഫി കുടിച്ചിട്ടാണ് ഞാനും മേരിയും മോർണിംഗ് സ്റ്റാർട്ട്. ബുള്ളറ്റ് കോഫി എന്താണെന്ന് വെച്ചാൽ കോഫീൻ്റെ അകത്ത് ഒന്നിക്കൽ ഗീ അല്ലെങ്കിൽ പശുവിനെ രണ്ടും ഒന്നാണ്, ബട്ടർ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അത് ചേർത്തിട്ട് നമ്മൾ കോഫി കുടിക്കും. രാവിലെ തന്നെ നല്ല ഫാറ്റ് കുടലിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്, പറഞ്ഞൊക്കെ തീരൂല. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ബുള്ളറ്റ് കോഫി എല്ലാ ദിവസവും രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഫോർ ഹെൽത്ത് വൈസ്, സ്കിൻ വൈസ്, ഹെയർ എല്ലാത്തിനുമായിട്ട്. ഓക്കെ മിലിയോ നിനക്ക് യു റെഡി? ഇഞ്ചക്ഷൻ വെക്കാൻ റെഡിയാ മിലിയോ? വെച്ച ഇഞ്ചക്ഷൻ വെച്ചാൽ ദേഷ്യ അപ്പൊ മിലിയോൻ ഇപ്പം വെച്ചത് 1.5 വയസ്സിന്റെ ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. അപ്പം മക്കൾക്ക് എല്ലാവരും സേഫ് ആയിട്ട് കറക്റ്റ് ടൈമിൽ ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുക. നിങ്ങളുടെ തിരക്കുകളും തിരക്കുകളും ബിസി ലൈഫൊക്കെ മാറ്റി വെച്ച് കുട്ടികൾക്ക് കറക്റ്റ് ടൈമിൽ വാക്സിൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ല മിലിയോ, അതായത് നമ്മുടെ മിലിയോൻ്റെ ഒരു അടാറ് കുളിയാണ്. മിലിയോൻ്റെ ബാട്ടബിൽ എന്നിട്ട് മിലിയോൻ ഇന്ന് മിറ്റത്ത് വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നത്. അത് വായിലാക്കുന്നടി. മിലിയോൻ യൂസ് ചെയ്യുന്ന സോപ്പാണ് കേട്ടോ, ലവ് ലാപ്പിന്റെ മോയ്സ്ചറൈസിംഗ് ബേബി ബാത്തിങ് ബാർ. ഇത് വെച്ചിട്ടായിരുന്നു മിലിയോനെ നമ്മൾ കുളിപ്പിക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി ബൈ 2 get 1 ഫ്രീ ആണ്. നല്ലൊരു കോംബോ ആണ് കേട്ടോ. അപ്പം ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് ആമസോണിലോ ലവ് ലാപ്പിന്റെ സൈറ്റിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. നല്ല സാധനമാണ്, നല്ല സോപ്പാണ്. നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം കുട്ടികൾക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത ഒരു പ്രോഡക്റ്റ്. അതാ പോയി മോനെ നോക്കട്ടെ. അത് സോപ്പ് വെക്കുന്നത് മിലിയ തന്നെ സ്വന്തമായിട്ട് സോപ്പ് വെക്കുന്നുണ്ട്. അവിടെ മുഖത്ത് എങ്ങനെയാ തേക്കുക കാണിച്ച നല്ല മണം ഉണ്ട്. അപ്പൊ ഇത് ഈ സോപ്പിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഇത് പാരബിൻ ഫ്രീ ആണ്, പിന്നെ സോപ്പ് ഫ്രീ ആണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അവക്കാഡോ, പിന്നെ ഷിയ ബട്ടർ, പിന്നെ ഓട്ട് മീലൊക്കെ കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബെസ്റ്റ് ഫോർ ബേബി സ്കിൻ ആണ് കേട്ടോ. അവർക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ട്രസ്റ്റ് ചെയ്ത് നമ്മളെ ബേബീനെ സോപ്പ് ഫ്രീ ആണ്. കണ്ണിലായി കഴിഞ്ഞാൽ പുകയില്ല. നല്ല മണാട്ടാ. ഒരു സോപ്പ് 75 grams വരുന്നുണ്ട്. നല്ല ഫ്രാഗ്രൻസ് ആണ്. അയ്യോ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ സോപ്പ് വാങ്ങാൻ പറ്റും. അപ്പം നമ്മുടെ മിലിയോൻ്റെ വാക്സിൻ ഒക്കെ ചെയ്ത് നെക്സ്റ്റ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഷൂട്ടാണ്.
പാവപ്പിള്ളേർ കാലിക്കറ്റ് വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. എടാ ഇതിൻ്റെ മുഖം ഒന്ന് കാണിച്ചേ. പോപ്പിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പോപ്പിയാണ് മെരീൻ്റെ മേക്കപ്പ് ചെയ്യുന്നത് കാലിക്കറ്റ്. പിന്നെ നമ്മുടെ ഡിസൈനർ ഇവിടെ കോസ്റ്റ്യൂമൊക്കെ റെഡിയാക്കി വെക്കുന്ന മുഖം കാണില്ല. ഓക്കെ. എടാ എൻ്റെ ഡിസൈനർ പേജിൻ്റെ പേരെന്തേനും അന്ന. അതിൻ്റെ പേരെന്താ? അന്ന ഡിസൈൻസ്. അന്ന ഡിസൈൻസ് കാലിക്കറ്റ്. എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞോടത്തെ? എന്തൊക്കെ ചെയ്ത് വെച്ചാൽ നമ്മളിപ്പോൾ കസ്റ്റമറിനനുസരിച്ച് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. പിന്നെ അല്ലാതെ എന്തെങ്കിലും ബ്രൈഡൽസ് ഒക്കെ അല്ലേ? ബ്രൈഡൽസിൻ്റെ ബ്ലൗസ്, സാരി ബ്ലൗസ് അങ്ങനെ ഡിസൈൻ ചെയ്തു, ആരി വർക്ക് ചെയ്തു. അപ്പം കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. നീ എന്തൊക്കെ ചെയ്യടാ ചക്ക? എല്ലാം ചെയ്യും. എല്ലാം ചെയ്താൽ നീ വേറെ അറിയും. നടുറോട്ടിന്ന് മുണ്ട് കിട്ടുന്നേ രാജാവാണ് മോളെ. അതുകൊണ്ട് രാജാവ് മുണ്ട് കിട്ടോ? രാജാവിന്റെ മുണ്ടിന് എന്തേലും പറയാ? രാജാവിന്റെ മുണ്ടിന് മുണ്ട്. രാജാവിന്റെ പള്ളിമുണ്ട്. പള്ളിമുണ്ടാ? പള്ളിത്തേരി, പള്ളി ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ പള്ളിമുണ്ട്. പക്ഷെ ഇത് കോണകം പോലെ ഉണ്ട് കേട്ടാ. ഡിസൈനറിന്റെ ബാക്കില്. അങ്ങനെ ഗൈസ് നമ്മുടെ സ്വന്തം ധർമ്മടം തുരുത്തിലേക്ക് ഷൂട്ടുമായി വന്നിരിക്കുകയാണ്. അത്യുഗ്രമായ രാജാവിൻ പാർവറാണിയൻ പക്കം. നമ്മളാ ടീമിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. പേര് പറയണം. പാക്കരൻ, പോപ്പി, ഗ്ലാഡ്സൺ. അല്ല എന്റെ പേരോ? അതെനിക്കറിയാം. ഷെരീഫിന്റെ ഭാര്യയാണ്. എന്താ എന്റെ ഭർത്താവിന് ചെയ്യുന്നേ പോപ്പി? മറ്റേതാ? അതെ, അത് തന്നെ. ഓ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കോസ്റ്റ്യൂം. വെറുതെ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല. സിമ്പിൾ ആൻഡ് എംപയർ ലുക്കാണ്. എല്ലാവരുടെ റിയാക്ഷൻ എടുത്തു. മേക്കപ്പിന് ചാർജ് ഉണ്ടോ? ഇനി മൊത്തം അങ്ങോട്ട് ധർമ്മത്തെ ആദ്യം ഷോട്ട് എന്താ അറിയോ? രണ്ടുപേരും രണ്ട് സൈഡിൽ ഓടി വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ഒരാളെ ക്ലോസ്, ഒരാളെ കൂടെ ഞാൻ ഓടും. അതേപോലെ ശരിപ്പ എങ്ങനെ ഓടുമ്പോ ഈ കൂടെ ഓടൂ? ക്യാമറ കൂടെ മുഴുവൻ ഇനി എടുക്കണം കേട്ടോ സാധനങ്ങൾ. അതാ ക്യാമറമാൻ നമ്മുടെ കൂടെ ഓടുന്നു. തിരമാലയിൽ ഇങ്ങനെ ഉഴുതു പറയാനടാ. അപ്പോൾ ഗൈസ് നമ്മൾ ഷൂട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷൂട്ടിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോസ് നമ്മൾ ഈ വീഡിയോൻ്റെ എൻഡിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ ലൈറ്റ് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് തീർക്കേണ്ട പരിപാടിയാണ്. ഒരു ഫീലിംഗ് ആണ്. വെയിറ്റ് ഹോൾഡ് ഓൺ. ആ ഫീലിംഗ് ഉത്തര നല്ലോണം. എന്നിട്ട് ഫീൽ ഇല്ല പറയാ മനോഹരമായ ഒരു സായാഹ്നത്തിൽ ഇതിലേറെ മനോഹരമായ രണ്ട് കപ്പിൾസ്. ഹായ് പോപ്പി. ഈ ഷൂട്ടിൽ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് പോപ്പി ചെയ്തത്? ഈ ഷൂട്ടിൽ എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഞാൻ ഹാപ്പിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ്. ഈ ഷൂട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ തന്നെ പറയുന്നത് മോശമല്ല. എന്നെ ചമ്മിപ്പിച്ചു. ഹായ് പോപ്പി. മേക്കപ്പ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ സ്കിന്നൊക്കെ നല്ല സ്കിന്നായതുകൊണ്ട് അധികം പണിയെടുക്കേണ്ടി വന്നില്ല. ഒരു പെട്ടെന്ന് തീർന്നു, പണിയൊക്കെ തീർന്നു. ഹെയർ സ്റ്റൈലാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും പെട്ടെന്ന് തീർന്നു. നൈസ് എക്സ്പീരിയൻസ്. താങ്ക് യു. എന്താണ് നമ്മൾ ഈ ഷൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, ഫസ്റ്റ് സെലിബ്രിറ്റി വർക്കായിരുന്നു. എല്ലാവരും നല്ലോണം സഹകരിച്ചു. ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ ഒരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഈ കോസ്റ്റ്യൂം ചെയ്യാൻ എങ്ങനെ കുറേ കഷ്ടപ്പെട്ടോ?
അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ ഒരു ഡ്രസ്സിങ് അല്ല ഡ്രാപ്പിംഗ് ആയിരുന്നു, അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ കുറച്ച് എഫേർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതല്ലല്ലേ അപ്പോൾ ഈ ഡ്രസ്സ് കൂടുതലും? സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ കുറച്ച് ലെങ്ത് ആയിട്ടാണ് വരുന്ന ഡ്രസ്സ്. അപ്പോൾ നമുക്കതിന് ഡ്രാപ്പിങ്ങും ഉണ്ട്, പിന്നെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ കോസ്റ്റ്യൂം കണ്ടാൽ നമ്മൾ ശരിക്കും നമ്മൾ ഡ്രസ്സ് അടിച്ച പോലെ തന്നെ ഉണ്ട് അല്ലേ? ആ അതെ അതെ. ഫോട്ടോഗ്രാഫർ ഒരു ചൂടനാണ് ഗൈസ്. ഫോട്ടോഷൂട്ടിൻ്റെ BTS ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്തത് ഷെരീഫാണ്, മേക്കപ്പ് ചെയ്തത് പോപ്പിയാണ്, ഡിസൈൻ ചെയ്തത് ആൻഡിസാണ്. അവരുടെ മുഴുവൻ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഫോട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് തീമായിട്ടാണ് നമ്മൾ ചെയ്തത്. സ്പെഷ്യലി വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു ഇത്. കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഗൈസ്. അപ്പം ഇനിയും അടുത്ത ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഡെയിലി വ്ളോഗ്സൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ഇത് മെറി ലവ് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നെക്സ്റ്റ് വീഡിയോ എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ലവ് യു.